Now something about the customs and GST aspects. If I talk about the regulatory aspects, there are mainly 3 different documents which regulate the e-commerce export in India. First one is Customs Act 1962, then the GST Acts and Foreign Trade Policy. ഇതിൽ എവിടെയും ഇന്ന സെക്ഷൻ ഈസ് ഓൺലി ഫോർ ഇ-കൊമേഴ്സ് എക്സ്പോർട്ട് എന്നൊന്നുമില്ല. ജനറലായ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതിൽ പല പ്രൊവിഷൻസ് അവർ ഇ-കൊമേഴ്സിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഡിസ്കസ് സം ഓഫ് ദം ബിക്കോസ് നമ്മുടെ ഈ ഡിസ്കഷൻ്റെ എന്താ പറയുക, ഒരു ടോപ്പിക്കിൽ ഈ GST സ്പെസിഫിക്കായി ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. Okay, our major objective is to discuss about exports and opportunities, and our friends are waiting. So just skim through the GST and customs aspect. Okay, so you can see here. Yeah, you can see here, as per GST rules, e-commerce export എന്ന് പറഞ്ഞാൽ എന്താണ്? Sale of goods or services from India to a location outside India through എന്താണ് ഒരു രജിസ്റ്റേർഡ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെയോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്ലാറ്റ്ഫോമിലൂടെയോ ടു ഡെഡിക്കേറ്റ് ക്രോസ് ബോർഡർ പ്ലാറ്റ്ഫോമിലൂടെ യു ഹാവ് ടു സെൽ ദിസ് ത്രൂ ദ ക്രോസ് ബോർഡർ സെൽ നടക്കണം. ദെൻ യു ഹാവ് റിസീവ് ദ മണി ഇൻ ദ ഫ്രീലി കൺവെർട്ടബിൾ കറൻസി. ദിസ് ഈസ് വാട്ട് ഈസ് ഡിസ്കസിംഗ് ദ GST റൂൾസ്. വാട്ട് ഈസ് ദ ഇ-കൊമേഴ്സ് എക്സ്പോർട്ട്? പക്ഷേ why I am discussing about GST here? This is because there is a dictum in export. You export only the goods, not the taxes. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളൊരു പ്രൊഡക്റ്റ്, ഇഫ് യു മേക്ക് എ പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ വിചാരിക്കാം. പക്ഷേ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവും, GST പേ ചെയ്തിട്ടുണ്ടാവും, റോ മെറ്റീരിയൽസ് മേടിച്ചു അല്ലേ, കറണ്ട് ബില്ല് പേ ചെയ്തു. ഓൾ യു ഹാവ് പെയ്ഡ് GST അലോങ് വിത്ത് ദിസ്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര GST ഇതുവരെ പേ ചെയ്തോ ആ കംപ്ലീറ്റ് GST വിൽ ബി ഗിവൺ ബാക്ക് ടു യു. ദിസ് ഈസ് കോൾഡ് zero rated supplies. All the export items are zero rated supplies. So there are 2 ways to get this benefit. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ GST IGST പേ ചെയ്യാതെ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം under the letter of undertaking, or you can export the item and claim the input tax credit. ഞാൻ GST ഡിസ്കസ് ചെയ്യുന്നില്ല. I hope all of you know something about GST. ബേസിക്സ് ഉണ്ടെന്ന് കരുതുന്നു, because this is not the platform to discuss about GST. Okay, so GSTയുടെ റൂൾ വെച്ച് നോക്കുമ്പോൾ you can claim your ITC completely for the e-commerce exports. And on the viewpoint of GST, there are 3 types of exports. E-commerce export can be done. One is merchant model. ഇവിടെ എന്താണ്, ഫോർ എക്സാമ്പിൾ ആമസോൺ, നിങ്ങൾ പ്രൊഡക്റ്റ് ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അവിടുന്ന് ഫോറിൻ ബയർ അത് മേടിക്കുന്നു. ആമസോൺ ഈസ് എക്സ്പോർട്ടിങ് ഇറ്റ് ഫോർ യു, ദേ ആർ റിസീവിങ് ദ പേയ്മെൻറ്റ്. സെക്കൻഡ് ഈസ് ഇൻവെൻട്രി മോഡൽ, വേർ യു ആർ സെല്ലിംഗ് എ പ്രൊഡക്റ്റ് ടു ആമസോൺ ആൻഡ് ആമസോൺ ഈസ് എക്സ്പോർട്ടിങ് ഓൺ ദെയർ ബിഹാഫ്, നോട്ട് ഓൺ യുവർ നെയിം. And this is not available in India. This is not yet available in India. And third is merchant model. ഇവിടെ നിങ്ങളാണ് എക്സ്പോർട്ടർ. നിങ്ങൾക്കൊരു വെബ്സൈറ്റിന് വരിക, നിങ്ങൾ ഫോർ എക്സാമ്പിൾ മാമ-എർത്ത്, നിങ്ങളുടെ മാമ-എർത്ത് പറഞ്ഞ കമ്പനി ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇടുന്നു, ഫോറിൻ ബയർ ഓർഡർ ചെയ്യും, നിങ്ങളുടെ സൈറ്റിൽ ഒരു ഓർഡർ ചെയ്യുന്നു. ദെൻ യു ആർ അസോസിയേറ്റിംഗ് വിത്ത് എ കൊറിയർ പാർട്ണർ, ദേ ആർ ഡെലിവറിങ് ഇറ്റ്. ആ ഡിഫറൻസ് മനസ്സിലായോ? ഒന്ന്, നിങ്ങളുടെ പ്ലാറ്റ്ഫോം രജിസ്റ്റർ ചെയ്യുന്നു, ആ പ്ലാറ്റ്ഫോം വഴി അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. 2, നിങ്ങളുടെ ഓൾ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രൊഡക്ട്സ് സ്പേസ് ചെയ്യുന്നു, അത് നിങ്ങൾ തന്നെ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഡിഫറൻസ് മനസ്സിലായി. 2 types of, I think basically 2 types you can do. നമുക്ക് 2 ലെവൽ ആൾക്കാരുണ്ട്. പ്ലാറ്റ്ഫോം ബേസിൽ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ആമസോണിൽ നിന്ന് ആളുണ്ട്. നിങ്ങൾ സ്വന്തം വെബ്സൈറ്റ് ചെയ്യുമ്പോൾ അത് ഈ കൊറിയർ പാർട്ട്നേഴ്സ് ആവാൻ ഇന്ത്യ പോസ്റ്റും DHL ഉണ്ട്. ഓക്കെ, സോ ദേ വിൽ എക്സ്പ്ലെയിൻ ഹൗ യു ക്യാൻ ഡു ദിസ്. സോ ഇത്രയും ഡിസ്കസ് ചെയ്തപ്പോൾ ഐ എം ജസ്റ്റ് ഗിവിങ് എ റീക്യാപ്പ് ഫോർ യു. അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? സോ യു വാണ്ട് ടു സ്റ്റാർട്ട് ഇ-കൊമേഴ്സ് എക്സ്പോർട്ട്. വാട്ട്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ്. എന്ത് വേണം? പ്രീ എക്സ്പോർട്ട് എന്താണ്? യു ഹാവ് ടു രജിസ്റ്റർ യുവർ സെൽഫ് ആസ് എൻ എൻറ്റിറ്റി. നിങ്ങളുടെ ലീഗൽ എൻറ്റിറ്റിയെ രജിസ്റ്റർ ചെയ്യപ്പെടണം. അപ്പോൾ അത് ചെയ്യുക എങ്ങനെയാണ്? അഗെയിൻ അത് ഇസ് നോട്ട് ഇത് ഇവിടെ വരുന്ന ഡിസ്കഷൻ അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ LLP ആയിട്ടോ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് IEC എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ബേസിക് ഡോക്യുമെൻറ്റ്സ് ശരിയാക്കി വെക്കണം. ബിസിനസ് ഫോർമേഷൻ, എസ്റ്റാബ്ലിഷ് ലീഗൽ എൻറ്റിറ്റി, ദെൻ ഒബ്റ്റെയിൻ യുവർ ഓൾ ദ ലീഗൽ ഡോക്യുമെൻറ്റ്സ്. എന്തൊക്കെയാണ്? ഒരു AD ബാങ്ക് രജിസ്റ്റർ ചെയ്യണം, പാൻ കാർഡ് വേണം, ആധാർ കാർഡൊക്കെ റെഡിയാക്കി വെക്കുക. ദെൻ യു ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. എന്താ നെക്സ്റ്റ് സ്റ്റേജ്?
GST registration. You have to get your GST registration for your e-commerce first thing. And if you are already a businessman, you will already be having a GST registration. Then you want an importer exporter code, IEC. എത്ര പേർക്ക് ഇവിടെ IEC ഉണ്ട് already? Okay, some of you have IEC already. ഇല്ലാത്തവർക്ക് DGFT വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാം. In 2 days you'll get your IEC. 500 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. And how to apply for IEC, all these things is not ഇവിടെ വേറെ ഡിസ്കഷൻ അല്ല. We will have so many other export promotion discussions. ഞങ്ങൾ ഒരുപാട് മീറ്റിംഗ്സ് നടത്താറുണ്ട്. അവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് എങ്ങനെ IEC അപ്ലൈ ചെയ്യും. We'll discuss that. So ഇവിടെ നിങ്ങൾക്ക് വേണ്ട എന്താണ്? Second stage is first you get your documents ready. Second, register for GST, register for IEC, get RCMC. RCMC, I think Fio will discuss with you what is RCMC, how to apply for RCMC, I will discuss with you. And then third is product market and compliance. നിങ്ങളുടെ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഐഡൻറ്റിഫൈ പ്രോഡക്റ്റ് എന്താണ്, അതിന് HSN കോഡ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഈ പ്രോഡക്റ്റിൻ്റെ FTP, ഫോറിൻ ട്രേഡ് പോളിസി ഐഡൻറ്റിഫൈ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ ഓർമ്മയല്ലേ, എക്സ്പോർട്ടബിൾ ആണോ അല്ലയോ, പ്രശ്നം ഐഡൻറ്റിഫൈ ദാറ്റ്. ഓക്കെ, ഓൾസോ ഡിസൈഡ് GST കംപ്ലയൻസ് ചോയ്സ്. നിങ്ങൾക്ക് എങ്ങനെ GST കംപ്ലൈ ചെയ്യാം. അത് ഒന്നെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് GST മൊത്തം പേ ചെയ്തിട്ട് റീഫണ്ട് മേടിക്കുകയാണോ, അല്ലെങ്കിൽ LUT വഴി GST പേ ചെയ്യാതെ എക്സ്പോർട്ട് ചെയ്യാതെ. സോ യു ഡിസൈഡ് ദാറ്റ് പാർട്ട്. അഗൈൻ GST ഈസ് എ ടെക്നിക്കൽ ടോപ്പിക്, ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ടൈം നമുക്കില്ല. സോ ഐ മൂവിങ് അഹെഡ് വിത്ത് ഇറ്റ്. ദെൻ ഷിപ്മെൻറ്റ് ആൻഡ് എക്സിക്യൂഷൻ. നിങ്ങൾ സ്വന്തമാണ് e-commerce എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്യേണ്ടി വരും. Okay, but if you are going with a partner, they will help you for that on documentation part. And post export, നിങ്ങൾ ഈ എക്സ്പോർട്ട് ചെയ്ത ശേഷം ഒരു എക്സ്പോർട്ടർക്ക് ഗവൺമെൻറ് ഒരുപാട് ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഇഫ് യു ആർ എക്സ്പോർട്ടർ, യു ക്യാൻ ക്ലെയിം റോട്ട് അപ്പ് ബെനിഫിറ്റ്, യു ക്യാൻ ക്ലെയിം ഡ്രോബാക്ക് ബെനിഫിറ്റ്സ്. ഓക്കെ, യു ക്യാൻ ഗെറ്റ് GST റിട്ടേൺസ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് പോസ്റ്റ് എക്സ്പോർട്ട് നിങ്ങൾക്ക് ഈ ക്ലെയിംസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ ഫയൽ യുവർ പോസ്റ്റ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ഫോളോ അപ്പ് വിത്ത് യുവർ e-commerce എക്സ്പോർട്ട്. ഇതൊക്കെ ഞാൻ പറയുന്നു, ഇതൊക്കെ നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോഴാണ്. ഇഫ് യു ഗോ അഹെഡ് വിത്ത് എ പാർട്ട്ണർ, a platform or a courier partner, they will do most of this work for you. Okay.